Hello, welcome to Sense School of Life Sciences. Today we shall talk about functional areas of cerebrum and Brodmann map. Cerebrum, the largest part of brain, is divided into left and right hemispheres by a longitudinal fissure. ഇതെല്ലാം ബ്രെയിൻ സ്ട്രക്ചർ നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്. ഈച്ച് സെർബൽ ഹെമിസ്ഫിയർ ഈസ് സബ്ഡിവിഡഡ് ഇൻ ടു 4 lobes. ഏതൊക്കെയാണ്? Frontal lobe, parietal lobe, temporal lobe, and occipital lobe. With what? Central sulcus, lateral sulcus, Sylvian fissure, and parieto-occipital sulcus. The 4 lobes. ഇതിനെ വേർതിരിക്കുന്നത് ഇത് 3 സൾസൈകളാണ്, സൾസൈ പ്ലൂറൽ. അപ്പൊ അത് ഏതാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഓരോ ലോബിലും ഗൈറൈ എന്ന് പറയുന്ന ഫോൾസും സോൾസൈ എന്ന് പറയുന്ന ഷാലോ ഗ്രൂസും കാണാമല്ലോ. അപ്പോ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഈ 4 ലോബുകളുടെയും പ്രധാനപ്പെട്ട ഫങ്ഷണൽ ഏരിയ ഏതെല്ലാമാണെന്നാണ്. ഞാൻ ഡയഗ്രം കാണിച്ചു പറയാം. ഇവിടെ നോക്കാം. ഇവിടെ എന്തെല്ലാം? സെൻട്രൽ സൾക്കസ്, ഇത് പരേറ്റോ ഓക്സിപിറ്റൽ സൾക്കസ്, ഇതെന്താ? ലാറ്ററൽ സൾക്കസ്. ഇപ്പോൾ സെൻട്രൽ സൾക്കസ് ഉപയോഗിച്ചിട്ട് സെർബറത്തെ ഡിവൈഡ് ചെയ്തിട്ട് എന്തെല്ലാം? ഫ്രോണ്ടൽ ലോബ് എന്നും പരേറ്റൽ ലോബ് എന്നും. പരേറ്റോ ഓക്സിപിറ്റൽ സൾക്കസ് വഴി അതുകൊണ്ട് എന്തെല്ലാം? പരേറ്റൽ ലോബ് എന്നും ഓക്സിപിറ്റൽ എന്നും. ദെൻ ലാറ്ററൽ സൾക്കസ് വഴി ഫ്രോണ്ടൽ ലോബും എന്താ? ടെമ്പറൽ ലോബും. ക്ലിയർ അല്ലേ? ദെൻ ഇവിടെ ഇനി ഏതെല്ലാം ഏരിയകളാണ് ഓരോന്നിലും ഉള്ളത് നോക്കാം. ഫ്രോണ്ടൽ ലോബ് നോക്കാം. അതിൽ ഏറ്റവും ആദ്യം ഈ സെൻട്രൽ സൾക്കസിന് ഏറ്റവും മുന്നിലായിട്ട് ദ പ്രൈമറി മോട്ടോർ ഏരിയ. പ്രൈമറി മോട്ടോർ ഏരിയ വെറും മോട്ടോർ ഏരിയ എന്ന് പറയാറുണ്ട്. അപ്പൊ മോട്ടോർ ഏരിയക്ക് അല്ലെങ്കിൽ പ്രൈമറി മോട്ടോർ ഏരിയക്ക് തൊട്ട് മുമ്പായിട്ട് കാണുന്ന പ്രീ മോട്ടോർ ഏരിയ. ഓക്കെ. അപ്പൊ പ്രൈമറി മോട്ടോർ ഏരിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത്? കൺട്രോൾ വോളണ്ടറി മൂവ്മെന്റ്സ് ഓഫ് സ്പെസിഫിക് ബോഡി പാർട്സ്. ഇപ്പൊ നമ്മള് വോളണ്ടറി മൂവ്മെന്റ്സിനെ നിയന്ത്രിക്കുന്നതാണ്. ഇനി പ്രീ മോട്ടോർ ഏരിയ എന്ന് പറഞ്ഞാൽ that will coordinate the movements initiated by primary motor area. അതിനെ ഏകോപിപ്പിക്കുന്നതാണ്. ഓക്കെ. മറ്റൊരു ഭാഗം പ്രീ ഫ്രോണ്ടൽ ഏരിയ. ഈ പ്രീ ഫ്രോണ്ടൽ ഏരിയ ലാർജസ്റ്റ് ഏരിയ ഓഫ് ഫ്രോണ്ടൽ ലോബാണ്. that will perform the intellectual functions, thinking, planning, etc. അതാണ് അതിന്റെ. ഓക്കെ. അപ്പോൾ ഓരോന്നിന്റെ ഫംഗ്ഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ചില പാർട്ടുകളുടെ ഫംഗ്ഷൻ ആണ് ഇവിടെ പറയുന്നത്. ദെൻ ബ്രോക്കാസ് ഏരിയ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ബ്രോക്കാസ് ഏരിയ സ്പീച്ച് ഏരിയ എന്ന് പറയാം അല്ലേ. അത് ദാറ്റ് വിൽ കൺട്രോൾസ് മസിൽ മൂവ്മെന്റ്സ് നീഡഡ് ഫോർ സ്പീച്ച്. സംസാരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നമുക്ക് സംസാരിക്കാൻ എന്താ, നമ്മൾ പിന്നെ ലിപ്സ്, മൗത്ത് ഒക്കെ മൂവ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഡാമേജ് ടു ബ്രോക്കാസ് ഏരിയ ക്യാൻ കോസ് ബ്രോക്കാസ് അഫേഷ്യ. ഈ ബ്രോക്കാസ് അഫേഷ്യ ബാധിച്ച ആളുകൾക്ക് they can understand spoken language and know what they want to say but are unable to speak. മനസ്സിലാക്കുക കാര്യം. they can understand spoken language. കാരണം അവർക്ക് വെർണിക്സ് ഏരിയ ഫങ്ഷനിലാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. വെർണിക്സ് ഏരിയ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ പറയാം. ഓക്കെ. ഇപ്പോൾ എല്ലാം ഞാൻ ആവർത്തിക്കുന്നില്ല. ഇത് നമുക്ക് parietal lobe. It is located immediately behind. ഡയഗ്രം നോക്കാം. സെൻട്രൽ സൾക്കസിന്റെ ഇമ്മീഡിയറ്റ്ലി ബിഹൈൻഡ് ആയിട്ട് കാണുന്നതാണ്. അതില് മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ഓർക്കുക, ഈ ഫ്രോണ്ടൽ ലോബ് പൊതുവെ മോട്ടോറാണ്, എന്നാൽ പരേറ്റൽ ലോബ് സെൻസറിയാണ്. ദെൻ സൊമറ്റോ സെൻസറി ഏരിയ, ഇതാണ് സൊമറ്റോ സെൻസറി ഏരിയ. ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ സെൻസേഷൻ ഓഫ് പെയിൻ, ടെമ്പറേച്ചർ, പ്രഷർ, ടച്ച്, ഇതൊക്കെയാണ്. ഓക്കെ. ഇപ്പോൾ സൊമറ്റോ സെൻസറി ഏരിയ ഓരോന്നും എവിടെ വരുന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കാം. ടേസ്റ്റ് അതിന്റെ എല്ലാ സൈറ്റും ഡയഗ്രത്തിൽ കാണിച്ചിട്ടില്ല. ഓക്കെ. ഇതെല്ലാം പരേറ്റൽ ലോബിലാണ്. ദെൻ ടെമ്പറൽ ലോബ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ സൈഡ്സ് ഓഫ് ബ്രെയിൻ. അപ്പൊ ഇത് ഹെമിസ്ഫിയർ, ഒരു ഹെമിസ്ഫിയർ ആണ് കാണിച്ചിരിക്കുക. ഇപ്പൊ 2 ഹെമിസ്ഫിയർ ഉണ്ടല്ലോ, സൈഡിൽ കാണിച്ചിരിക്കുക. ഇതില് വെർണിക്സ് ഏരിയ, വെർണിക്സ് ഏരിയ, ഇത് സെൻസറി സ്പീച്ച് ഏരിയ ആണ്. സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ പോസ്റ്റീരിയർ സെഗ്മെന്റ് സുപ്പീരിയർ ടെമ്പറൽ ഗൈറസ്. അതായത് ടെമ്പറൽ ലോബ് ഇതാണല്ലോ, അതിന്റെ സുപ്പീരിയർ പാർട്ട് എന്ന് പറയുന്നത് ഇതാണല്ലോ, അതിന്റെ ഇവിടെ പോസ്റ്റീരിയർ സെഗ്മെന്റിലായിട്ടാണ് കാണുന്നത്. മനസ്സിലാക്കുക. ലൊക്കേറ്റഡ് ഇൻ ദ പോസ്റ്റീരിയർ സെഗ്മെന്റ് ഓഫ് സുപ്പീരിയർ ടെമ്പറൽ ഗൈറസ്.
ഇറ്റ് ക്യാൻ പെർസീവ് സ്പോക്കൺ വേർഡ്. സംസാരിക്കുന്ന കാര്യങ്ങളെ, പറയുന്ന കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റും. If any damage to vernix area, the person cannot understand spoken and written language, even though their hearing and vision are unimpaired. അപ്പൊ ശരിക്കും കേൾക്കാൻ പറ്റുന്നു, കാണാൻ പറ്റുന്നു, ഇപ്പൊ എഴുതിയ കാര്യങ്ങൾ കാണാൻ പറ്റുന്നു. പക്ഷെ ഇത് വെർണിക്സ് ഏരിയ തകരാറിലായാൽ എന്താ സംഭവിക്കുക? കനോട്ട് എന്താ പെർസീവ്. അപ്പോൾ ബ്രോക്കേഴ്സ് ഏരിയയും വെർണിക്സ് ഏരിയയും വ്യക്തമായി മനസ്സിലാക്കണം. ബ്രോക്കേഴ്സ് ഏരിയയുടെ ഫംഗ്ഷൻ എന്താണ്? സംസാരിക്കാൻ കഴിയും, ലിപ്സ് മൂവ്മെന്റ്, ടങ് മൂവ്മെന്റ് എക്സെട്ര. വെർണിക്സ് ഏരിയയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും, പക്ഷെ ഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? ബ്രോക്കേഴ്സ് ഏരിയയുടെ സഹായം. അപ്പൊ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഒന്നുകൂടെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ എന്താണല്ലോ ഓഡിറ്ററി, ഓൾഫാക്ടറി ഏരിയയില ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ഓക്സിപിറ്റലാണ്. ഓക്സിപിറ്റൽ ലോബ്. ദിസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് വെരി ബാക്ക് ഓഫ് ബ്രെയിൻ. ഇതിൽ ഒരു ഏരിയ വിഷ്വൽ ഏരിയ, അതായത് ശരിക്കും ഒപ്റ്റിക് നെർവ് പാസ് ചെയ്യുന്നത് ഈ ഭാഗത്ത് വഴിയാണ്. ഇതിന്റെ നമ്പർ എല്ലാം ബ്രോഡ്മാൻ മാപ്പ് പറയുമ്പോൾ പറയാം. മറ്റൊരു ഭാഗം പരൈറ്റോ ഓക്സിപിറ്റൽ ടെമ്പറൽ ഏരിയ. പേര് കേൾക്കുന്ന പോലെ തന്നെ ഇത് ഏതിന്റെ എല്ലാം പരൈറ്റൽ, ടെമ്പറൽ, ഓക്സിപിറ്റൽ ലോബ് ഇതെല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. എന്താ? ടെമ്പറൽ, പരൈറ്റൽ, ഓക്സിപിറ്റൽ മീറ്റ് ചെയ്യുന്ന ഒരു ഭാഗത്താണ്. അപ്പോൾ ശരിക്കും ആക്ച്വലി ലൈസ് ബിഹൈൻഡ് ദ സൊമാറ്റോ സെൻസറി ഏരിയയിലായിട്ട് വരും. അപ്പോൾ ഇതിന് ഡിഫറെന്റ് പാർട്ടുകളാണ് നമ്മൾ മനസ്സിലാക്കി. ഇനി ശരിക്കും ബ്രോഡ്മാൻ മാപ്പ് കൂടെ നോക്കുക. ഈ ബ്രോഡ്മാൻ മാപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്താണ് മനസ്സിലാക്കിയത്? ഫങ്ഷണൽ ഏരിയാസ് ഓഫ് സെറിബ്രം മനസ്സിലാക്കി. ഇനി ബ്രോഡ്മാൻ മാപ്പിൽ പറയുന്നത് എന്താ? ബ്രോഡ്മാൻ ഒരു നമ്പർ കൊടുത്തു. The concept of Brodmann map was introduced by German anatomist Brodmann in 20th century. The Brodmann areas were initially based on the cytoarchitectural organization of neurons in the cerebral cortex. Cytoarchitectural organization or study of structural arrangement of neurons within the CNS. അതിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. He mapped the human brain based on varied cellular structure across the cortex and identified 52 distinct regions, which he numbered 1 to 52. But all the 52 regions are not important for exam point of view. അപ്പോൾ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ചില സൈറ്റ് ആയിരിക്കും പറയുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ ലോബുകളെല്ലാം ഒന്നിട്ടൊന്ന് മനസ്സിലാക്കി. എന്തെല്ലാം? ഫ്രോണ്ടൽ ലോബ്, പരൈറ്റൽ ലോബ്, ഓക്സിപിറ്റൽ, ടെമ്പറൽ. ഇവിടെ പറഞ്ഞ ഏരിയകളെല്ലാം ഓർമ്മയുണ്ടല്ലോ. പ്രൈമറി മോട്ടോർ ഏരിയ, അതിന്റെ നമ്പർ 4. പ്രീ മോട്ടോർ ഏരിയ 6. അപ്പൊ ഇവിടെ പ്രൈമറി മോട്ടോർ ഏരിയ ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. ഈ നമ്പറുകൾ മറക്കരുത്. നേരത്തെ പറഞ്ഞത് ഇവിടെ സെൻട്രൽ സർക്യൂസിന്റെ ബിഹൈൻഡ് ആയിട്ട് കാണുന്നതാണ്. അത് എന്താ കാണുന്നത്? പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടെക്സ്. അപ്പോൾ അവിടെ 312 എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടെക്സിന് എന്താ പറയുക? 312. അത് 1, 2, 3 അല്ല, മനസ്സിലാക്കിയിരിക്കുക. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണല്ലോ എന്താ? ബ്രോക്കാസ് ഏരിയ. ബ്രോക്കാസ് ഏരിയ അത് 44 ആണ് നമ്പർ. അതുപോലെ വെർണിക്സ് ഏരിയ 22. അത് ചില ടെക്സ്റ്റുകളിൽ കൺഫ്യൂസ് ചെയ്യുന്നു. അതായത് ശരിക്കും ഈ പ്രൈമറി ഓഡിറ്ററി ഏരിയ 22 ആയിട്ട് പറയുന്നുണ്ട്, അത് ഓർത്തിരിക്കുക. അപ്പോൾ വെർണിക്സ് ഏരിയ 22. പ്രൈമറി ഓഡിറ്ററി ഏരിയ 41, 42 ആണ്. ഇനി ലാസ്റ്റില് നമ്മൾ ഓക്സിപിറ്റൽ റീജിയനിൽ 17 അത് പ്രൈമറി വിഷ്വൽ ഏരിയ ആണ്. ഈ 18 and 19 വിൽ ഹെൽപ്പ് ദിസ് ഏരിയ. മനസ്സിലാക്കുക. ഇപ്പോൾ പ്രൈമറി വിഷ്വൽ ഏരിയ ഇതാണ്. ഓക്കെ, അപ്പോൾ if you like this video, please subscribe, like and share. Thank you.